السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا، حسنى لنا مددا. റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം അന്ത്യദൂതരായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിൽ സഹാബത്തിൽ നാം ഓരോരുത്തരിലും അല്ലാഹു അവൻ്റെ ഗുണവും രക്ഷയും അല്ലാഹു സദാ വർഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീത മജ്ലിസിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിന്റെ മുമ്പിൽ പുലരുന്നു. എന്നാൽ ഇന്നു മുതലല്ല ഹബീബായ മുത്ത് റസൂലിന്റെ പ്രവചനങ്ങൾ പുലർന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ നിയോഗം മുതൽ വിയോഗം വരെ, വിയോഗം കഴിഞ്ഞ് ഇന്നും ആ പ്രവചനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നാം കാണുന്നു. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ നമുക്കൊന്ന് പോകണം. അള്ളാഹു ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു സ്വീകരിക്കട്ടെ. അഹമ്മദ് നൗഷാദ് എന്ന പ്രിയപ്പെട്ട വിദേശ രാജ്യത്തു നിന്നുള്ള സുഹൃത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വഅലൈക്കും അസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി അവരുടെ വൈവാഹിക ജീവിതത്തിൽ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. റഫീഖ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ ചുറ്റുമൂലയിലുള്ള അള്ളാഹു ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സീനത്ത് അലി എന്ന പ്രിയപ്പെട്ട മാതാവ് എല്ലാ ദിവസവും വരുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ജന്നാത്തുൽ ഫിർദൗസിലും ഒരു സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൗദാമി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉംറ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം ആ സഹോദരിക്കും നമുക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് സമയം അല്പം വൈകിയെന്ന് ചോദിച്ചാൽ വൈകിയിട്ടുണ്ട്. കാരണം പലപ്പോഴും വൈകാറുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകമായ ഒരു കാരണമെന്ന് പറയുമ്പോൾ ഇന്ന് സാഹചര്യം, കാലാവസ്ഥ മഴയാണ്. വളരെ പ്രയാസങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിലും, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പ്രകൃതിയുടെ വികൃതികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, യൂട്യൂബിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ദുആ വസിയത്ത് അറിയിക്കുന്ന, സലാം കണ്ട് സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു എല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ. ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഹാഷിം റസൂൽ എന്ന സഹോദരൻ, RCCയിലേക്ക് രോഗികളെ സൗജന്യമായി കൊണ്ടുപോകുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രിയപ്പെട്ട പിതാവിന് അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം ഇരു ലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മകനെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹൈറായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന് രോഗികളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഹൈറായ വഴികൾ അള്ളാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അതുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങളെക്കുറിച്ചാണ് 1400 സൽവത്സരങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെയും മദീനയുടെയും ഇടയിലെ ലോക ചരിത്രങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തുടക്കം കുറിച്ചു. മക്കയിൽ നിന്നും മദീനയിലേക്ക്, മദീനയിൽ നിന്നും മക്കയിലേക്ക് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് പ്രബോധന വീതികളിലൂടെ കടന്നുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ച വേദനയും യാതനയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹിൻ്റെ റസൂലി വേദനയും ത്യാഗങ്ങളും ഒക്കെ സഹിക്കുമ്പോഴും ലോകം കാണാനിരിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിനു മുമ്പിൽ പറഞ്ഞു പഠിപ്പിച്ചു. അതിന്ന് നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. മുത്ത് റസൂൽ ഇത് കാണാനില്ലെങ്കിലും അള്ളാഹിൻ്റെ തിരുദൂതർ പറഞ്ഞത് കാലഘട്ടം നമ്മോട് സംവദിക്കുകയാണ്. എന്താണ് നമ്മോട് പ്രവാചകൻ പറഞ്ഞു പോയത്? 1400 സൽവത്സരങ്ങൾക്ക് മുമ്പ് ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിക്കാതിരുന്ന കാലഘട്ടത്തിൻ്റെ നടുവിൽ ഒരു സയൻസിൻ്റെ സഹായമില്ലാതെ, ഒരു സ്റ്റെതസ്കോപ്പിൻ്റെ സഹായമില്ലാതെ ഒരു രോഗിയെ, അതല്ലെങ്കിൽ ആകാശലോകത്ത് മഴത്തുള്ളികൾ, ഇന്ന് പെയ്തിറങ്ങുന്ന ഈ മഴത്തുള്ളികൾ ഇതിൻ്റെ ഗവേഷണം നടത്തിയിട്ടാണ്, അതിനെ പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾ ചെയ്തിട്ടാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മഴകൾക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായി ഇരിക്കണേ എന്ന് ഈ സയൻസിൻ്റെ നിരീക്ഷണ കേന്ദ്രങ്ങൾ നമ്മെ അറിയിക്കുമ്പോൾ, ഈ സയൻസിൻ്റെ ഒരു കണ്ടുപിടുത്തമില്ലാത്ത കാലഘട്ടത്തിലാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുന്നത്. ഒരു ശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രവചനങ്ങൾ നടത്തി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവചനങ്ങൾ എന്തായിരുന്നു? ആ പ്രവാചകന്റെ പ്രവചനങ്ങൾ എങ്ങനെയായിരുന്നു? എന്താണെന്ന് നമ്മോട് ആ പ്രവാചകൻ പറഞ്ഞത് കാലം നമ്മോട് സംവദിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മുത്ത് റസൂൽ പറഞ്ഞതാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ മേലൊരു കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ച് ദൗത്യം പൂർത്തീകരിച്ചിട്ടാണ് മുത്ത് റസൂൽ. ആ പ്രവാചകന്റെ നിയോഗവും വിയോഗവും ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ, ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു മർമ്മപ്രധാനമായ കാര്യത്തിലേക്ക് ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗത്തെ കൊണ്ടുപോവുകയാണ്. ചുരുക്കുകയാണ് സമയത്തിൻ്റെ. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ പരിപാടി ഒതുക്കി ദുആ ചെയ്യണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് ആമുഖമൊന്നും ഇല്ലാതെ തന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മുത്തു മുസ്തഫാന്റെ പ്രവചനങ്ങൾ കൺമുമ്പിൽ നടക്കുന്നു എങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പ്രവചനങ്ങൾ നടന്നു അത്രേ. അള്ളാഹിൻ്റെ റസൂല് എവിടെ നിന്നാണ് പ്രവചനങ്ങൾ തുടങ്ങിയത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ നടത്തി മുത്തു മുസ്തഫ. ആ പ്രവചനങ്ങളൊക്കെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതുപോലെ തന്നെ നടക്കുകയും സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫേസ്ബുക്കിലൂടെ ദുആ വസിയത്ത് അറിയിച്ചു കൊണ്ടിരിക്കുന്ന പല സഹോദരങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഇലവുവാലം ഷംസുദ്ദീൻ മന്നാനി ഉസ്താദ് അവറുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല KMYF-ന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രസ്ഥാനത്തിനെ കരുത്തുറ്റ നിലയിൽ ഇനിയും ഉയർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല ഉജ്ജ്വല പ്രവാചകനാണ്, ഉജ്ജ്വല വാഗ്മിയാണ്. അള്ളാഹു ആ ശബ്ദം ദീനിനു വേണ്ടി എപ്പോഴും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഭാര്യ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഹബീബായ മുത്ത് റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടത്തിയ പ്രവചനങ്ങളും ആ പ്രവാചകന്റെ അത്ഭുതങ്ങളായി മാറിയിട്ടുണ്ട്. എന്തിനു പറയണം, ഖുർആൻ തന്നെ പറഞ്ഞ എത്ര ചരിത്രങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ ഈ ലോകത്തേക്ക് അയച്ചതിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തെ അള്ളാഹിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു, ഈ ലോകത്തിന് മുഴുവൻ സൃഷ്ടിക്കാൻ പോലും കാരണക്കാരനല്ലയോ ആ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ച വേദനകൾ, ഈ ഇസ്ലാമിനെ നമ്മുടെ കൈവെള്ളയിലൊന്ന് കൊണ്ടുതരാൻ വേണ്ടി ഹബീബായ മുത്ത് റസൂൽ സഹിച്ച വേദനകൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സഹിച്ച ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങൾക്ക് പകരം അള്ളാഹുവിന്റെ റസൂലിന് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്?
അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത കാലഘട്ടങ്ങളിൽ സഹിച്ച പീഡനം അള്ളാഹിന്റെ റസൂല് എന്നിട്ടും ലോകത്ത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ. ജീവിച്ചിരിക്കുന്ന സമയത്തും ശത്രുക്കൾക്ക് പോലും അത്ഭുതമായി മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ പോലും തുനിയുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അത്ഭുതം അവിടെ വിരിയാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വളഞ്ഞു അത്രേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി അള്ളാഹിന്റെ റസൂലിനെ കൊല്ലാൻ ശത്രുക്കൾ പിന്നാലെ പായുന്ന ആ ചരിത്രം വിശാലമാണ്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ സംഭവ വികാസമായ ചരിത്രം നമുക്കറിയാം. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകൻ തന്റെ നിയോഗത്തോടുകൂടി ലോകത്ത് പ്രബോധനത്തിന്റെ ദൗത്യവുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ റസൂലുള്ളാഹിയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ പോലും വളഞ്ഞില്ലയോ? മുത്തു മുസ്തഫാന്റെ വീട് പോലും ശത്രുക്കൾ വളഞ്ഞ ചരിത്രം നാം കേട്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹിന്റെ റസൂലിന്റെ വീട് വളഞ്ഞു. ശത്രുക്കൾ അബൂജഹലിൻ്റെതായ വാക്കുകൾ കേൾക്കുന്നു. ഒരുപാട് ഓഫറുകൾ വാരി വിതറുന്നു. ആരാണ് മുഹമ്മദിന്റെ തല കൊയ്യുന്നത്? അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രവചനങ്ങളെ എങ്ങനെയാണ് ലോകം സാക്ഷിയായതെന്ന് പറയാൻ വേണ്ടിയാണ് മുത്തു മുസ്തഫാന്റെ നിയോഗത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. ആ റസൂലുള്ളാഹിയുടെ പ്രബോധനത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ശത്രു അബൂജഹൽ പറഞ്ഞതല്ലേ, മുഹമ്മദിന്റെ തല ആരാണോ കൊയ്തുകൊണ്ട് എന്റെ കൈവെള്ളയിൽ തരുന്നത് അവന് 100 ചുവന്ന ഒട്ടകങ്ങൾ തരാമെന്ന് അബൂജഹലും കൂട്ടാളികളും ഓഫർ പ്രഖ്യാപിക്കുമ്പോ ആ സമയത്ത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ആർക്കാണ് ഈ ധൈര്യമുള്ളത്? ആർക്കാണ് ഈ ശത്രുത പുലർത്താൻ കഴിയുക? ആർക്കാണ് ഈ 100 ഒട്ടകത്തെ കിട്ടുക? അബൂജഹലിന്റെ പ്രഖ്യാപനം ഓരോരുത്തരുടെയും ചെവിയിലേക്ക് അടിച്ചു കയറുന്നു. ആ അബൂജഹല് അവസാനം അബൂജഹലിന്റെ കേട്ടിട്ട് സുറാഖത്ത് ബിൻ മാലിക് ചാടി എഴുന്നേറ്റു അത്രേ. സുറാഖ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ മുഹമ്മദിന്റെ തല ഞാൻ കൊയ്യാമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖ ചാടി എഴുന്നേറ്റു പറഞ്ഞു. അള്ളാഹിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി സുറാഖ പായുകയാണ്. സുറാഖ കുതിരയിലെ ചീറിപ്പാഞ്ഞുകൊണ്ട് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോകുന്നു. അള്ളാഹിന്റെ തീരുമാനത്തോടുകൂടി മുത്തു മുസ്തഫയുടെ പ്രബോധന വേദിയിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര പോകുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹബീബായ മുത്ത് റസൂല് പോവുകയാണ്. അള്ളാന്റെ റസൂല് മക്കയും മദീനയും തമ്മിലുള്ള 450 കിലോമീറ്ററുകൾ അള്ളാന്റെ റസൂല് തന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാ. അള്ളാന്റെ റസൂല് യാത്ര തിരിക്കുന്നു. പ്രബോധന മേഖലകൾക്ക് അള്ളാന്റെ റസൂല് തുടക്കം കുറിക്കുകയാണ്. ഹബീബായ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി സുറാഖ പിന്നാലെ വരികയാണ്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കൊല്ലാൻ വേണ്ടി സുറാഖ കടന്നു വരുമ്പോ ഹബീബായ മുത്ത് റസൂലിന്റെ അടുക്കലേക്ക് സുറാഖ എത്തുന്നു. സുറാഖയുടെ മിന്നി തിളങ്ങുന്ന വാള് അള്ളാന്റെ റസൂലിനെ ആഞ്ഞു വീശുന്നു. ആ സമയത്ത് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ഒട്ടകം കുതിര മുട്ടുകുത്തി മണ്ണിലേക്ക് പതിഞ്ഞുപോയി. രണ്ടാമത് സുറാഖ എഴുന്നേറ്റു അള്ളാന്റെ റസൂലിന്റെ പിന്നാലെ പായുന്നു. എന്തിനാണെന്നറിയുമോ? മുഹമ്മദിന്റെ തല അരിഞ്ഞാൽ ഓഫറുകൾ അബൂജഹൽ വെച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ പിന്നാലെ വീണ്ടും ചെല്ലുകയാണ്. സുറാഖ തന്റെ വാളൂരി ആഞ്ഞു വീശുന്ന സമയത്ത് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെതായ കുതിര വീണ്ടും മുട്ടുകുത്തി മണലിലേക്ക് പതിക്കുന്നു. ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തൊരു പോറൽ പോലും ഏൽക്കുന്നില്ല. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പേടിച്ചു നിൽക്കുന്നു. അള്ളാഹിന്റെ റസൂലിനോട് അബൂബക്കർ പറഞ്ഞത് ചരിത്രത്തിൽ കാണാം. അബൂബക്കർ അള്ളാഹിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ മുത്ത് റസൂലേ, സുറാഖയുണ്ടല്ലോ നബിയെ, സുറാഖയുടെ കൈവെള്ളയിൽ അള്ളാന്റെ തിരുദൂതരെ ഞങ്ങൾ പിടിക്കുമോ? ഞങ്ങളെ സുറാഖ അള്ളാന്റെ തിരുദൂതരെ സുറാഖ പിന്നാലെ വരുന്നല്ലോ നബിയെ, സുറാഖ ഞങ്ങളെ ആക്രമിക്കുമോ യാ റസൂലല്ലാഹ്? അള്ളാന്റെ റസൂൽ പറയുകയാണ്, ഭയപ്പെടേണ്ട അബൂബക്കറേ, ദുഃഖിക്കേണ്ട അബൂബക്കറേ, പ്രയാസം എന്തിനാണ് അബൂബക്കറേ? കാരണം ഞാനും നീ മാത്രമല്ല, മൂന്നാമതൊരാൾ നമ്മോടൊപ്പമുണ്ട് അബൂബക്കറേ.
ഇന്നല്ലാഹ മഅനാ, അള്ളയുണ്ട് പടച്ചവനുണ്ട് അബൂബക്കറേ. എന്തിനീ ഭയം, എന്തിനീ ദുഃഖം, എന്തിനീ പ്രയാസം, പേടിക്കുന്നത് എന്തിനാണ് അബൂബക്കറേ? ഞാനും നീയും മാത്രമല്ല അബൂബക്കറേ, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം സുറാഖത്ത് ബിൻ മാലിക് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ മുത്ത് റസൂലിനെ വാളുകൊണ്ട് ആഞ്ഞു വീശുന്നു. അള്ളാന്റെ റസൂലിന്റെ ശരീരത്ത് അത് കൊള്ളുന്നില്ല. സുറാഖയുടെ കുതിര ആ സമയത്ത് മണ്ണിലേക്ക് പതിക്കുന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ റസൂലിന് ആ സമയത്ത് സുറാഖയോട് സന്തോഷത്തിന്റെ വാർത്ത പറയുന്നു. ആ ഹബീബായ മുത്ത് റസൂൽ ആ സമയത്ത് പറയുകയാണ്, കൊല്ലാമെന്ന സുറാഖയുടെ മുഖത്ത് നോക്കിയിട്ട് അള്ളാന്റെ തിരുദൂതര് പറയുകയാണ്, സുറാഖ, സുറാഖ നിനക്കറിയുമോ? സുറാഖ, ലോകം കാത്തിരിക്കുന്ന ഒരു അത്ഭുതത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സുറാഖയോട് പറഞ്ഞു അത്രേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. കൊല്ലാമെന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞു മുത്തു മുസ്തഫ. പറഞ്ഞ വാക്ക് കേട്ട് സുറാഖ പോലും അത്ഭുതപ്പെട്ടു പോയി. സുറാഖത്ത് ബിൻ മാലിക് അള്ളാന്റെ റസൂല് കൊല്ലാമെന്ന മനുഷ്യനാണ്. അള്ളാന്റെ റസൂല് ആ സമയത്ത് പറയുകയാണ്, സുറാഖ, കൈഫ ബികൈദാ ലബിസ സിവാറൈ കിസ്റാ. സുറാഖ, സുറാഖ, കൈഫ ബികൈദാ ലബിസ സിവാറൈ കിസ്റാ. കിസ്റ രാജാവിന്റെ തങ്കവള നിന്റെ കൈവെള്ളയിൽ അണിയുന്നതിനെ ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കുമോ? സുറാഖ, കിസ്റ രാജാവിന്റെ വള നിന്റെ കൈവെള്ളയിൽ നിന്റെ കയ്യിൽ അണിയിക്കപ്പെടും. സുറാഖ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി സുറാഖത്ത് ബിൻ മാലിക് ഇങ്ങനെ വരിക. അള്ളാഹു റസൂലിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ പ്രവാചകനോട് എങ്ങനെയെങ്കിലും പ്രവാചകന്റെ തല കൊയ്യാനാണ് സുറാഖ പിന്നാലെ കുതിരയിൽ ചീർപ്പായുന്നത്. അള്ളാഹിന്റെ റസൂലും അബൂബക്കറും ഇങ്ങനെ പോകുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ 3 പ്രാവശ്യം ആഞ്ഞു വീശി വാള്. ആ സമയത്ത് സുറാഖയുടെ കുതിര മുട്ടുകുത്തി മണലിലേക്ക്. ആ പ്രവാചകൻ അപ്പോഴാണ് പറഞ്ഞത്, സുറാഖ, കൈഫ ബികൈദാ ലബിസ്ത സിവാറൈ കിസ്റാ. കിസ്റ രാജാവിന്റെ വള, തങ്കവള നിന്റെ കയ്യിൽ അണിയിക്കപ്പെടും. സുറാഖ, നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന്റെ ആദ്യത്തെ പ്രവചനത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഹബീബായ പ്രവാചകൻ പറഞ്ഞ പ്രവചനം കാലഘട്ടം മാറി മറിയുമ്പോ, ആ നാളുകൾ മാറി മറിയുമ്പോഴും ഈ സംഭവ വികാസം സത്യമായി പുലർന്നുവെന്ന് ചരിത്രം. കൊല്ലാമെന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, സുറാഖ, നിനക്ക് കിസ്റ രാജാവിന്റെ വള നിന്റെ കയ്യിൽ അണിയിക്കപ്പെടും. ആ കിസ്റ രാജാവ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, കിസ്റ കോട്ട എന്ന് പറഞ്ഞാൽ ഇന്നൊറ്റ വാക്കിൽ പറഞ്ഞാൽ അമേരിക്ക പോലെയുള്ള രാജ്യം, അതുപോലെയുള്ള ഒരു രാജ്യത്തിനെ നിന്റെ കൈവെള്ളയിൽ ഒതുക്കപ്പെടുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ ആ സമയത്ത് സുറാഖ ചോദിക്കുന്നു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ഭ്രാന്താണോ മുഹമ്മദേ? ഇതേവരെ ആളുകൾ മുഴുവനും പറഞ്ഞത് നിനക്ക് ഭ്രാന്താണെന്നാണ്. ആളുകൾ നിനക്ക് ഭ്രാന്താണെന്ന് പറയുമ്പോഴും ഞാൻ വിശ്വസിച്ചില്ല മുഹമ്മദേ. പക്ഷേ നീ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ പറയുന്നത് ഈ കിസ്റ രാജാവിന്റെ തങ്കവള എന്റെ കൈവെള്ളയിലേക്ക് അണിയിക്കപ്പെടുമെന്നുള്ള വാർത്തയാണ് നീ പറയുന്നതെങ്കിൽ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു, ഞാനും ചിന്തിക്കുകയാണ്, നിനക്ക് ഭ്രാന്താണോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനം ഒന്നാമത് ഞാൻ പരിചയപ്പെടുത്തിരിക്കുക. മുത്ത് റസൂലിന്റെ റിസാലത്തിന്റെ നാവിൻ തുമ്പിൽ നിന്ന് വന്നു. കൊല്ലാമെന്ന മനുഷ്യനോട് പറയുക, സുറാഖ, നിന്റെ കയ്യിൽ നാളെ കിസ്റ രാജാവിന്റെ വള, തങ്കവള നിന്റെ കയ്യിൽ അണിയിക്കപ്പെട്ടാൽ എന്താകും അവസ്ഥ? സുറാഖ പറഞ്ഞു, മുഹമ്മദേ, ആളുകൾ മുഴുവനും ഭ്രാന്താണെന്ന് പറഞ്ഞു നിന്നെ, എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ നീ ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ നിന്നെ കൊല്ലാമെന്ന ഞാൻ നാളെ തങ്കവള അണിയിക്കപ്പെടുന്ന ഒരു നിലയിൽ വരുമെന്നാണോ നീ പറയുന്നത്? ഇതേവരെ നിനക്ക് ഭ്രാന്താണെന്ന് ഞാൻ വിശ്വസിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇപ്പോ എനിക്ക് മനസ്സിലായി നിനക്ക് ഭ്രാന്താണ് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതിന് സാക്ഷി ആരുണ്ട്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. സാക്ഷി അബൂബക്കർ മാത്രമേ കൂടെയുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് ശത്രുക്കളുടെ ഉപദ്രവം കാഠിന്യമായപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനത്തോടു കൂടിയാണ് മുത്ത് റസൂല് യാത്ര തിരിക്കുന്നത് പ്രബോധനത്തിന് വേണ്ടി. പ്രവാചകൻ ഹിജ്റ പോകുന്നത്. ആ സമയത്താണ് കൊല്ലാൻ വേണ്ടി സുറാഖ പാഞ്ഞു വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് ഒരു പ്രവചനം നടത്തി.
സുറാക്കയുടെ മുഖത്ത് അപ്പോഴും പുഞ്ചിരിയല്ല, സുറാക്ക കളിയാക്കിയിട്ടുള്ള ചിരിയായിരുന്നു മുത്ത് റസൂലിനെ ചിരിച്ചത്. കാരണം വിശ്വസിക്കാനില്ല. അങ്ങനെ കൊല്ലാൻ വരുന്നവനോട് നാളെ നിനക്ക് നമ്മളിപ്പോൾ നമ്മെ കൊല്ലാൻ വരുന്ന ഒരാളിനോട് പറയും നാളെ നീ ഇപ്പോൾ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞാൽ അവൻ എന്തായിരിക്കും നമ്മുടെ മുഖത്ത് നോക്കി പറയുക? അതുപോലെ അമേരിക്ക പോലെ ഒരു ഇത്രയും ശക്തമായ വളരെ വലിയ ഒരു കൊട്ടാരം പോലെ വിളർന്നു നിൽക്കുന്നതായിരിക്കും കിസ്ര രാജാവ് എന്ന് പറയുന്നത്. അത്രയും പവറുള്ള ആ കിസ്ര രാജാവിന്റെ വള എങ്ങനെ എൻ്റെ കൈ വിളയി വരും? മുഹമ്മദ് പറയുന്നത് ഭ്രാന്താണെന്നാണ് സുറാക്ക പക്ഷെ ഇതിന് സാക്ഷി അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇനി ചരിത്രം കേൾക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പ്രവചനം പുലരുന്നത് അന്ന് മുതലേ റസൂലുള്ളാഹി പറഞ്ഞത് പുലരുന്നു. ആ പ്രവാചകൻ അന്ന് പറഞ്ഞത് ഇന്നും പുലരുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നതൊക്കെ ആരുടെ പ്രവചനങ്ങളാണ്? ഹബീബായ മുത്തു മുസ്തഫാന്റെ. ഈ ജലപ്രളയങ്ങൾ നടക്കുന്നത് ആരുടെ പ്രവചനങ്ങൾ? പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാണ്. മദ്യപാനം അധികരിക്കപ്പെടുന്നത് ആര് പറഞ്ഞതാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്. ഫ്ലാറ്റുകൾ അധികരിക്കപ്പെടുമെന്ന് പറഞ്ഞതാരാ? പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വയലുകൾ ഇടിച്ച് നികത്തപ്പെടും, അതിൽ ഫ്ലാറ്റുകൾ കെട്ടപ്പെടും, പർവ്വത നിരകൾ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കപ്പെടും പറഞ്ഞു പഠിപ്പിച്ചു തന്നു. അന്ന് അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ പ്രവചനങ്ങൾ ഇന്ന് നടക്കുന്നില്ലേ? അന്നും റസൂലുള്ള പറഞ്ഞത് നടന്നു, ഇന്നും റസൂലുള്ള പറഞ്ഞത് നടന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹുവിൻ്റെ റസൂൽ ആ നടത്തിയ പ്രവചനം സത്യമായി പുലർന്നു. സുറാഖ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനാണെങ്കിലോ ജീവനും കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനും പോവുകയാണ്, ഹിജ്റ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു മുത്തു മുസ്തഫ. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തു. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സൗർ ഗുഹയുടെ അകത്തളങ്ങളിലേക്ക് ചെന്നെത്തപ്പെട്ടു. ആ ചരിത്രം നമുക്കറിയാം, വിശാലമായ ചരിത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ ചരിത്രം ഉറങ്ങി കിടക്കുന്ന സൗർ ഗുഹ, ആ ഗുഹ പോയി കാണണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകൻ സൗർ ഗുഹയുടെ ആ അടുക്കലെത്തുമ്പോൾ യാത്ര തൽക്കാലം ഒന്ന് നിർത്തിവെച്ചു. അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കറിനും ഒന്ന് വിശ്രമിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ പുറത്തു നിർത്തി അകത്തേക്ക് കയറി. ചരിത്രം വിശാലമായതുകൊണ്ട് ചുരുക്കുകയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കയറിയ ഗുഹയുടെ അകത്ത് നോക്കുമ്പോൾ ഒരുപാട് പഴുതുകളുണ്ട്, ഒരുപാട് ദ്വാരങ്ങൾ കിടക്കുന്നത് കണ്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? ഓരോ തൻ്റെ വസ്ത്രത്തിൽ നിന്നും മറ്റുമെല്ലാം ഓരോ ഭാഗങ്ങളൊക്കെ എടുത്ത് ഓരോ ദ്വാരങ്ങളും അടച്ചടച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഗുഹയുടെ അകത്തേക്ക് കയറ്റി. അള്ളാഹുവിൻ്റെ റസൂൽ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കിടന്നുറങ്ങുകയാണ്. അബൂബക്കറിന്റെ മടിയിൽ തലവെച്ച് മുത്തു മുസ്തഫ ഉറങ്ങുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഉറങ്ങാതെ ഉറങ്ങിപ്പോയി. കാരണം ക്ഷീണം കാരണം അറിയാതെ മുത്തു റസൂൽ അബൂബക്കറിന്റെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ നോക്കുമ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കാരണം എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ഒരു അനക്കോ ഒരു ചലനോ ഒന്നും സൃഷ്ടിക്കാത്ത നിലയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ ഒരു കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ മടിയിൽ കിടത്തി ഉറക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ സമയത്ത് റസൂൽ കിടന്നുറങ്ങുന്നുണ്ട്. ഉറങ്ങുന്ന പ്രവാചകൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കാരണം എന്തെന്നറിയോ? അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകുകയാണ്. പൊട്ടിയൊഴുകിയ കണ്ണീരിൻ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്നു നോക്കിയേ. എന്താ സിദ്ദീഖോരേ നിങ്ങൾ കരയുന്നേ, എന്തു പീണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന് എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പുരട്ടി നബി സിദ്ദീഖിന്റെ ഉഗ്രവിഷമിറക്കി.
ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കറിന്റെ മടിയിൽ ഇങ്ങനെ തലചാച്ചി കിടന്നുറങ്ങുന്ന സമയത്താണ് അള്ളാന്റെ റസൂലിന്റെ ദേഹത്തെ കിറ്റിറ്റിതാ കണ്ണുനീർ തുള്ളികൾ വീഴുന്നു. അള്ളാന്റെ റസൂൽ ആ സമയത്ത് എഴുന്നേൽക്കുന്നു. ചോദിക്കുകയാണ്, അബൂബക്കറേ എന്തേ അബൂബക്കറേ കരയുന്നതെന്താ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒഴുകുന്നു. അബൂബക്കർ ക്ഷമിച്ചു നോക്കി, എന്നിട്ടും പറ്റുന്നില്ല. വേദന വളരെ വിഷമമായ, വളരെ കാഠിന്യമായ നിലയിൽ വേദന അധികരിച്ചു. അബൂബക്കറിന്റെ കണ്ണ് നിറഞ്ഞു വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു ആ സമയത്ത് റസൂലുള്ളയോട് അബൂബക്കർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമ്മൾ ഈ ഗുഹയിലേക്ക് മുത്തു റസൂലേ, അങ്ങ് ഞാനും ഈ ഗുഹയിലേക്ക് വരുമ്പോ ഇവിടെ ഒരുപാട് ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു റസൂലേ. ആ ദ്വാരങ്ങളൊക്കെ ഞാൻ അടച്ചു യാ റസൂലല്ലാഹ്. പക്ഷേ രണ്ട് ദ്വാരങ്ങൾ എനിക്ക് അടയ്ക്കാൻ ഒന്നും കിട്ടിയില്ല റസൂലേ. അതുകൊണ്ട് അങ്ങന്റെ മടിയിൽ കിടക്കുമ്പോ ഞാൻ 2 കാലുകൾ കൊണ്ട് നബിയെ എന്റെ കാലിന്റെ പത്തി കൊണ്ട് യാ റസൂലല്ലാഹ് ആ ഒരു ദ്വാരം ഞാൻ അടച്ചു വെച്ചു യാ റസൂലല്ലാഹ്. ആ ദ്വാരത്തിൽ നിന്ന് ഒരു പാമ്പന്റെ കാലിലേക്ക് കുത്തി യാ റസൂലല്ലാഹ്. അതുകൊണ്ടാണ് നബിയെ അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ഈ അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് ഈ കണ്ണുനീരൊഴുകി അങ്ങയുടെ ദേഹത്ത് പതിച്ചതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് പൊട്ടിയൊഴുകിയ കണ്ണീരിൻ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുതൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടി ഉണർന്നൊന്നു നോക്കിയേ. അള്ളാഹുവിന്റെ റസൂൽ ഞെട്ടി ഉണർന്നു നോക്കാനുള്ള കാരണം അതായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേദന വല്ലാതെ അധികരിച്ചപ്പോഴാണ് കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നത്. അതുവരെ അള്ളാഹുവിന്റെ റസൂലിനെ അനക്കിയില്ല. ആ വേദനകളൊക്കെ സഹിച്ചു ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കിക്കൊണ്ടിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്രയും സ്നേഹിച്ചു. ആ ഒരു ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞിരുന്ന രാത്രിയെക്കുറിച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹു പിൽക്കാലത്ത് പറയുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ നന്മകളും ഒരു ഭാഗത്ത് വെച്ചാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനുമായി സൗർ ഗുഹയിലിരുന്ന ഒരു രാത്രി, ആ ഒരു ദിവസത്തെ പ്രതിഫലം ഈ ഉമർ ജീവിതകാലം മുഴുവനും ചെയ്ത പ്രതിഫലത്തോട് ചേർത്ത് വെച്ചാൽ അബൂബക്കറിന്റെ ആ ഒരു രാത്രിയിലുള്ള പ്രതിഫലമാണ് ഏറ്റവും കൂടുതൽ വലുതെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ആ ഒരു ചേർന്നു നിന്ന നിമിഷങ്ങളെ ഒന്ന് കൂട്ടിവെച്ചാൽ ഈ ഉമറിന്റെ ജീവിതം മുഴുവനും എടുത്തളന്നു നോക്കിയാലും അബൂബക്കറിന്റെ ആ ഒരു രാത്രി അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ജീവിതം, ആ രാത്രിയിലെ ജീവിതം ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ ദിവസത്തെ എടുത്തു നോക്കിയാലും തികയില്ല എന്ന് പറഞ്ഞു ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിട്ടു. അള്ളാഹുവിൻ്റെ റസൂല് പ്രബോധന വീതികളിൽ യാത്ര തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ നിയോഗത്തെ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ചിന്തിക്കണം, സുറാഖത്ത് ബിൻ മാലിക്കിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, സുറാഖ, കിസ്റ വള നിന്റെ കയ്യിൽ അണിയിക്കപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു. അടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിലേക്ക് ഭരണം വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സുറാഖയോട് ഈ സംഭവം പറയുമ്പോൾ സാക്ഷി. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു. ഇനി ആ പ്രവചനം പുലരണമല്ലോ. അതെങ്ങനെയാണ് പുലർന്നത്? സുറാഖ എന്ന് പറഞ്ഞാൽ അന്ന് മുസ്ലിം ആയിട്ടില്ല, അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എങ്ങനെയാണ് ആ സുറാഖയുടെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ച സംഭവ വികാസങ്ങൾ? അവിടെയാണ് മുത്ത് റസൂലിന്റെ പ്രവചനങ്ങൾ പുലരുന്നത്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ പ്രവാചകൻ പറഞ്ഞത് സത്യമായി പുലരുകയാണ്. കിസ്റാ കോട്ടയുമായി യുദ്ധം നടക്കാൻ പോവുകയാണ്. കിസ്റാ കോട്ടയുമായി യുദ്ധം നടക്കുകയാണ്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു സൈന്യത്തോട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു നേതൃത്വം കൊടുക്കുന്ന 30,000-ഓളം വരുന്ന പടയാളികൾ കിസ്റാ കോട്ടയിലേക്ക് പോവുകയാണ്. കിസ്റാ കോട്ടകളെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി പോവുകയാണ്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല, അങ്ങനെ സഅദ് റളിയല്ലാഹു തആല അൻഹു നേതൃത്വം കൊടുത്തുകൊണ്ട് കിസ്റാ കൊട്ടാരത്തിനെ 3 ലക്ഷത്തോളം വരുന്ന ശത്രുക്കളുടെ മുമ്പിലേക്കാണ് 30,000-ഓളം വരുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തുൽ കിറാം പോകുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തുൽ കിറാം പോവുകയാണ്. 30,000 ആളുകളാണ് അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്ത്. എതിരെ നിൽക്കുന്ന കിസ്റാ രാജാവിന്റെ പട്ടാളക്കാര് 3 ലക്ഷത്തോളം ഉണ്ട്. എങ്ങനെയാണ് വിജയിക്കുക സഹോദരങ്ങളെ? പ്രതീക്ഷയുണ്ടോ? കിസ്റാ കൊട്ടാരം ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്, പിടിച്ചടക്കാൻ പോവുകയാണ്. ആ സമയത്ത് ആ രാജാവിന്റെ പവർ കണ്ട് സഹാബത്തുൽ കിറാം മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. ചിന്ന ഭിന്നമായവർ ഓടാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് സഹാബത്തുൽ കിറാം പേടിച്ചു പോയി. ആ ശത്രുക്കളുടെ വലിപ്പം കണ്ടപ്പോ 3 ലക്ഷത്തോളം വരുന്ന ശത്രു സൈന്യത്തിന്റെ മുമ്പിലേക്കാണ് അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തുൽ കിറാം ഭയന്നു നിൽക്കുന്ന സമയത്താണ് മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഇക്രിമ പറയുകയാണ്, എന്തിനാണ് സഹാബത്തെ ഭയപ്പെടുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ വസാരിഊ ഇലാ മഗ്ഫിറ. റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കൊതിക്കുന്നവരല്ലയോ സഹാബത്തെ ഞാനും നിങ്ങളും അള്ളാഹിന്റെ സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവരല്ലയോ സഹാബത്തെ? അതുകൊണ്ട് അള്ളാഹിന്റെ കരുണയെ നാം പ്രതീക്ഷിക്കുക സഹാബത്തെ. അള്ളാഹിന്റെ സ്വർഗലോകത്തേക്ക് ഈ ആകാശഭൂമികളെക്കാൾ വിശാല വിസ്തൃതമായ സ്വർഗമുണ്ടല്ലോ സഹാബത്തെ. ആ സ്വർഗത്തെ കാത്തിരിക്കുന്നവരല്ലയോ ഞാനും നിങ്ങളും സഹാബത്തെ? അതുകൊണ്ട് റബ്ബിലേക്ക് നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് സഹാബത്തെ. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ശത്രുക്കളുടെ മുന്നിലേക്ക് ചീറിപ്പാഞ്ഞു പോവുകയാണ്. അവസാനം യൂഫ്രട്ടീസ് നദീതീരം മുഴുവനും യൂഫ്രട്ടീസ് നദീതീരത്തേക്ക് അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തുൽ കിറാം, റസൂലിന്റെ സഹാബത്ത് സഅദ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള നേതൃത്വം കൊടുക്കുന്ന സഹാബത്തുൽ കിറാം ആ കിസ്റാ കോട്ടകളെ തകർക്കാൻ വേണ്ടി പോകുമ്പോൾ ശത്രുക്കൾ മുഴുവനും ഭയന്ന് നിൽക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും കിസ്റാ കോട്ടയിലേക്ക് കയറി അവർ ഒളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് അവര് പറഞ്ഞു, ഈ വരുന്നത് ആരെന്നറിയുമോ? അത് സാധാരണ മനുഷ്യനല്ല, സാധാരണ മനുഷ്യന്മാരല്ല, ഇവര് മുഹമ്മദിന്റെ ജിന്നുകളാണെന്ന് കിസ്റാ പട്ടാളക്കാര് പറഞ്ഞു അത്രേ. അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്ത് ഇരച്ചു കയറി തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്നു. ആ സമയത്ത് കിസ്റാ പട്ടാളക്കാര് മുഴുവനും ഓടിയൊളിച്ചു അത്രേ. അവർ ഓടിയൊളിച്ചിട്ട് പറഞ്ഞത് സാധാ മനുഷ്യരല്ല, ഇത് മുഹമ്മദിന്റെ ജിന്നാണ്. അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തിനെ പറഞ്ഞു, എന്റെ പ്രിയമുള്ള സഹോദരി, അവസാനം ഈ സംഭവം ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതുപോലെ അവസാനം ഈ ശത്രുക്കള് ഈ യൂഫ്രട്ടീസ് നദീതീരം മറുകര യൂഫ്രട്ടീസ് നദീതീരത്തൂടെ ഇറങ്ങിയിട്ട് അക്കരെ എത്തിയാൽ മാത്രമേ കിസ്റാ രാജാവിന്റെ കൊട്ടാരത്തിലെത്താൻ കഴിയൂ. യൂഫ്രട്ടീസ് നദീതീരം കടന്നാൽ മാത്രമേ കിസ്റാ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്താൻ കഴിയൂ. അവസാനം ഈ കിസ്റാ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ആ പട്ടാളക്കാര് കയറി. ആ കിസ്റാ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന ഒരു പാലമുണ്ടായിരുന്നു. ആ പാലത്തിനെ അവർ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. എന്തിനെന്നറിയുമോ? ഇല്ലെങ്കിൽ സഹാബത്തുൽ കിറാം മുഴുവനും ആ പാലത്തിലൂടെ കരയേറി വന്നുകൊണ്ട് കിസ്റാ കൊട്ടാര
കൊട്ടാരത്തിനെ പിടിച്ചടക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അവസാനം ആ ശത്രുക്കൾ മുഴുവനും ആ പാലത്തെ തകർത്ത് തരിപ്പണമാക്കി. അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് സഅദ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സഹാബത്തുൽ കിറാം അങ്ങനെ കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോ യൂഫ്രട്ടീസ് നദീതീരം കടക്കാനുള്ള പാലം ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കി. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല, എങ്ങനെയാണ് പാലം കടക്കുന്നതെന്നറിയില്ല. അവസാനം അള്ളാന്റെ ദർബാറിലേക്ക് സഅദ് റളിയല്ലാഹു തആല അൻഹു ആ കാണുന്ന വെള്ളത്തിൽ നിന്ന് ഉളു എടുത്തിട്ട് സഅദ് റളിയല്ലാഹു തആല അൻഹു റബ്ബിലേക്ക് നിസ്കരിക്കാൻ തുടങ്ങി. പടച്ചവന്റെ മുമ്പിലേക്ക് നിസ്കാരം കഴിഞ്ഞ് ഇരുകരങ്ങൾ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവേ, ഈ സഅദും സൈന്യവും ഇറങ്ങാൻ പോകുന്നു. റബ്ബേ, നിന്റെ പരീക്ഷണം, അല്ലാഹുവേ, നിന്റെ വിജയം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. യൂഫ്രട്ടീസ് നദീതീരത്തേക്ക് സഅദ് റളിയല്ലാഹു തആല അൻഹു തന്റെ കുതിര ഇറക്കുകയാണ്. ഇറക്കുന്ന സമയത്ത് ആ കുതിര തന്റെ കാലെടുത്ത് അനുഗ്രഹീത പാദമായ യൂഫ്രട്ടീസ് നദിയിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളത്തിനെ അല്ലാഹു ഐസ് കട്ടകളാക്കി മാറ്റിക്കളഞ്ഞു. അവസാനം അതിന്റെ മുകളിലൂടെ സഅദ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സഹാബത്തുൽ കിറാം കിസ്റ രാജാവിന്റെ കൊട്ടാരം പിടിച്ചെടുക്കാൻ കടന്നു ചെന്നു അത്രേ. അവസാനം ചുരുക്കുകയാണ് സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അള്ളാന്റെ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ അള്ളാന്റെ റസൂല് പറഞ്ഞ സംഭവ വികാസങ്ങള് 22-ാം നൂറ്റാണ്ടിലും അള്ളാന്റെ റസൂലിന്റെ പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ കാലഘട്ടത്തിൽ റസൂൽ ജീവിച്ചിരുന്നപ്പോ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കൈകളിലേക്ക് ഈ കിസ്റ രാജാവിന്റെ ഈ വളകൾ അണിയിക്കപ്പെടുമെന്ന് പറഞ്ഞത് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ചരിത്രം സാക്ഷിയായി മാറുകയാണ്. ആ കിസ്റ രാജാവിന്റെ കൊട്ടാരം പിടിച്ചടക്കി. ആ കൊട്ടാരം പിടിച്ചടക്കിയിട്ട് അവസാനം ഒരുപാട് സ്വർണങ്ങൾ, ഒരുപാട് കനികൾ തന്റെ കൈവെള്ളയിലേക്ക് ഇട്ട് ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല അൻഹു അടുത്തു നിന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, ബഷീർ എന്ന മനുഷ്യനോട് വിളിച്ചു പറയുകയാണ്, ഞങ്ങളിനി തിരിച്ചവിടെ എത്തുമ്പോൾ ഒരുപാട് സമയമെടുക്കും, ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിൽ എത്തിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിലേക്ക് എത്തിക്കാൻ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരു ഭാണ്ഡക്കെട്ട് ഏൽപ്പിക്കുകയാണ്. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ആ ഭാണ്ഡക്കെട്ട് കൊണ്ടുവന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഭാണ്ഡക്കെട്ട് തുറന്നു നോക്കുകയാണ്. ഇവിടെ ഞാൻ ചരിത്രത്തിന് സമാപ്തി ഇവിടെ ഞാൻ തീർക്കുകയാണ്. സമയം നമുക്ക് അനുവദിക്കാത്തത് കൊണ്ട് ദുആയിലേക്ക് കടക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഹബീബായ പ്രവാചകന്റെ സഹാബിയുടെ കയ്യിലേക്ക് ഈ കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുവെക്കപ്പെട്ടു. ഉമറിന്റെ കൈവെള്ളയിൽ കൊടുത്തു. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഭാണ്ഡക്കെട്ട് ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താ? കിസ്റ രാജാവിന്റെ വളയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തുറന്നു നോക്കുമ്പോ കിസ്റ രാജാവിന്റെ കയ്യിൽ കിടന്ന വളയാണത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ്, വില്ലനിൽ വില്ലനെ, വില്ലാളി വീരനെ, വീരശൂര പരാക്രമി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അത് കണ്ട സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത് സഹാബത്ത് സാക്ഷ്യപത്രമാണ്, ഈ ചരിത്രത്തിന് സാക്ഷ്യപത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സമയത്ത് വിളിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാകുന്ന ഉമറിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്ന സമയത്ത് വിളിക്കുകയാണ്, ഐന സുറാഖ, എവിടെ സുറാഖ എന്ന് മുഹമ്മദ് മുസ്തഫാന്റെ കൂട്ടുകാരൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഒരു പ്രവചനം ഇവിടെ പുലരുകയാണ്. റസൂലിനെ കൊല്ലാൻ കടന്നു വന്ന സുറാഖ അന്ന് ചിരിച്ചു തള്ളിയ സുറാഖ പിന്നെ മുസ്ലിമായി. ഈ മുസ്ലിമായ സുറാഖയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിളിക്കുന്നത്. ഐന സുറാഖ കടന്നു വരുന്നു. എന്തേ ഉമറേ? ആ സുറാഖയുടെ അന്നത്തെ പ്രായം എന്ന് പറയുമ്പോൾ വളരെ പ്രായമായി, മുടികൾ നരച്ചു, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട നിലയിലായിരിക്കും.
ആയിരിക്കുകയാണ്. സുറാഖ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് സുറാഖയോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരൻ ഉമർ പറയുകയാണ്, സുറാഖ കൈ ഇങ്ങോട്ടൊന്ന് നീട്ട്, അള്ളാഹിന്റെ തീരുമാനം പൂവണിയുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുറാഖയുടെ കയ്യിലേക്ക് ആ വളയിട്ട് കൊടുത്ത് സുറാഖ ചോദിച്ചു, എന്തേ ഉമറേ ഇത്? ആ സമയത്ത് പറഞ്ഞു, ഇത് കിസ്റ രാജാവിന്റെ വളയാണ് സുറാഖ. ഇത് കേട്ട സമയത്ത് സുറാഖ പൊട്ടിക്കരഞ്ഞു അത്രേ. കാരണം എന്ത്? എന്റെ പ്രവാചകനെ കൊല്ലാൻ പോയ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു സത്യവചനമുണ്ട്, അത് ഇന്ന് ഇതാ പുലർന്നിരിക്കുകയാണ്. അന്ന് പ്രവാചകനെ കൊല്ലാൻ പോകുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സുറാഖ നിന്റെ കയ്യിലേക്ക് കിസ്റയുടെ വള അണിയിക്കപ്പെടും. സുറാഖ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സത്യമായി ഇന്ന് പുലർന്നല്ലോ ഉമറേ, ഇന്ന് ഞാൻ മുസ്ലിമായല്ലോ ഉമറേ. പക്ഷേ എന്റെ മുത്ത് റസൂലിനോട് ഞാൻ ആ നിലയിൽ അക്രമം പ്രവർത്തിച്ചല്ലോ ഉമറേ. ഇന്ന് അല്ലാഹുവിന്റെ റസൂലില്ലല്ലോ ഉമറേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രവചനങ്ങൾ സത്യമായി പുലർന്നുവെന്നാണ്. പ്രതീക്ഷിക്കാത്ത സുറാഖ പോലും അത്ഭുതമായി കണ്ടിരുന്ന ആ കിസ്റ രാജാവിന്റെ വള സുറാഖയുടെ കൈവെള്ളയിലേക്ക് അണിയിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം സത്യമായി പുലർന്നു. അള്ളാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞത് അതേപോലെ അതേ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞു 21-ാം നൂറ്റാണ്ടിൽ നടക്കുന്നതും അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ നടന്നു, ഇനി നടക്കാനിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട ഫർഷാദ് മാറഞ്ചേരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ പ്രവാസ ലോകത്തുള്ള ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ആ സഹോദരൻ്റെ യാത്രകളിൽ അള്ളാഹു ഖൈറും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി അള്ളാഹു നല്ല നിലയിൽ സന്തോഷത്തോടു കൂടി പോയി തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് കുടുംബത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്ത് ഫർഷാദ് മാറഞ്ചേരി, സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു മുഖ്യ കാര്യദർശി, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വർഷം കണക്ക് ഓരോ വർഷവും 10-15 പെൺകുട്ടികൾക്ക് വൈവാഹിക ജീവിതത്തിന് അവസരം ഒരുങ്ങുന്ന സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉയർച്ചകളിൽ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ഈ വർഷം എപ്പോഴാണ് അതിൻ്റെ പരിപാടി എന്ന് ഇതേവരെ അറിയിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട വിഴിഞ്ഞത്ത് നിന്ന് ഷാജഹാൻ മന്നാനി, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്തിട്ട് നല്ല ദാമ്പത്യ ജീവിതം നൽകുകയും അദ്ദേഹത്തിൻ്റെ പൊന്നുമകൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലീമ എന്ന സഹോദരി, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. കണ്ണേറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ കണ്ണേറുകളിൽ നിന്ന് അള്ളാഹു നമ്മയും കുടുംബത്തെയും കാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നെല്ലാം നമ്മെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. റഫീഖ് എന്ന സഹോദരനടക്കം ഇതേവരെ എല്ലാ ദിവസവും നമ്മോടൊപ്പം ചേരുന്ന എല്ലാ സുഹൃത്തുക്കളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പോകാം. അള്ളാഹു നമ്മെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ.